സ്വാഗതം. അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് ഇന്നിതാ ഒരു കുറിയൊക്കെ തൊട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു പുതിയ മാസമൊക്കെ തുടങ്ങാൻ പോവല്ലേ, കർക്കിടക മാസമല്ലേ. അപ്പോൾ നമ്മുടെ വീട് വൃത്തിയാക്കലിൻ്റെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് കുറച്ച് പണികളും കൂടി ഉണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീട് വൃത്തിയാക്കലും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും വീഡിയോ ഒക്കെ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ രാവിലത്തെ അടുക്കളത്തെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അച്ചുട്ടി ക്ലാസ്സിന് പോയി. അവൻ പോയതിന് ശേഷമാണ് നമ്മുടെ ഡ്യൂട്ടിക്ക് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. അടുക്കളയിലത്തെ പണികളൊക്കെ കഴിഞ്ഞെങ്കിലും കൂടിയിട്ടേ പാത്രം കഴുകി വെക്കലും ക്ലീൻ ചെയ്യലൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പുറത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. മുറ്റത്തെ പണികൾ ആദ്യം തന്നെ ചെയ്ത് കഴിഞ്ഞാലേ പിന്നെ മഴ പെയ്താലും നമുക്ക് പ്രശ്നമില്ലല്ലോ, പിന്നെ അകത്തുള്ള പണികളല്ലേ ഉള്ളൂ. ഇന്നാണെങ്കിൽ നല്ല മഴയാണ് കേട്ടോ, സംക്രാന്തി അല്ലേ, അതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഐശ്വര്യമായിട്ട് നമ്മുടെ വണ്ടികളൊക്കെ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഇറക്കലൊക്കെ മണ്ണൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ചെരുപ്പുകളൊക്കെ പുറത്ത് കിടപ്പുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഒന്ന് കഴുകിയെടുത്തു. പിന്നെ ഏട്ടൻ ഉപയോഗിച്ചിരുന്ന ചെരുപ്പൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വെയിലൊന്നുമില്ല, വെയിലുള്ളപ്പോൾ നന്നായിട്ട് ഉണക്കിയിട്ട് എടുത്ത് വെക്കണം. അപ്പോഴേക്കും പിന്നെ നല്ല മഴ പെയ്തു കേട്ടോ. അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പണിക്ക് നിന്നത്. പണികളൊക്കെ കഴിഞ്ഞ് എന്തായാലും ഒരു കുളിയും കൂടി പാസ്സാക്കേണ്ടി വരും. പിന്നെ വീഡിയോയിൽ കുളിക്കാതെ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ, അതാ പിന്നെ കുളി കഴിഞ്ഞിട്ട് ഈ പണിക്കൊക്കെ നിന്നത് കേട്ടോ. പിന്നെ നമ്മുടെ കിളികളായിട്ട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇനിയുള്ള പണികൾ എന്ന് പറഞ്ഞാൽ ജനൽ വാതിലൊക്കെ തുടച്ച് മിനിക്കണം, ഉമ്മറൊക്കെ അടിച്ചൊരു തുടയ്ക്കണം, ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിനൊരു മൂഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാട്ടൊക്കെ നല്ല സൗണ്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കേട്ടിട്ട് നമ്മുടെ പണികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പണികൾ ചെയ്യണ പോലെ ഒന്നും ഫീൽ ആവില്ല. അപ്പോൾ നല്ല സുഖമായിട്ട് നല്ല ഹാപ്പി മൂഡിൽ നമുക്ക് പണികളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഉമ്മറത്തെ വാതിലും ടൈലും ഒക്കെ തുടച്ച് മിനുക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ അടിച്ചു വരിയിട്ട് തുടയ്ക്കലും കഴിഞ്ഞാൽ ഉമ്മറത്തെ പണിയുണ്ട് തീരും കേട്ടോ. അപ്പോൾ ഞാൻ കിടന്ന് തുടയ്ക്കുന്ന പോലെയാണ് തുടയ്ക്കുന്നത് കേട്ടോ. കാരണം വേറെ ഒന്നല്ല, നമ്മുടെ മപ്പിൻ്റെ സ്റ്റിക്ക് ഏട്ടൻ്റെ കയ്യിൽ നിന്നാണ് പൊട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഒന്ന് പുതിയത് വാങ്ങിച്ച് തന്ന് പോവുക എന്നുള്ളൊരു മര്യാദ കാണിക്കണ്ടേ. ഞാനാണെങ്കിലോ പുറത്ത് പോകുമ്പോൾ ഇത് എപ്പോഴും മറക്കുന്നൊരു സംഭവമാണ് കേട്ടോ. ഇനി എല്ലപ്പോഴും ഓർമ്മ വന്നെങ്കിൽ വാങ്ങിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കിടന്ന് തുടയ്ക്കേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ. ഈ സ്റ്റിക്ക് പൊട്ടിയിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ മേടിക്കാൻ നമ്മൾ പുറത്ത് പോകുന്നുണ്ട്, ഇതിൻ്റെ ഒരു ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഉമ്മറത്തെ പണികളൊക്കെ കഴിഞ്ഞ് വാതിലൊക്കെ അടച്ചു. എന്നിട്ട് മുകളിലത്തെ റൂം ക്ലീൻ ചെയ്യാനായിട്ട് വന്നതാണേ. മഴ ഇങ്ങനെ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്ന കാരണം നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അകത്ത് ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് നടക്കാറ്. ഈ തണവ് കാരണം കൊണ്ടേ കാല് തരിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെന്താ അവിടുത്തെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വേറെ വിരിച്ചിട്ടു. ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടൊക്കെ തുടങ്ങും. പക്ഷേ തീരുമ്പോഴേക്കും ഒരു സങ്കട പണി നമുക്ക് എടുക്കാനുണ്ടാവും കേട്ടോ. പിന്നെ ആരെങ്കിലും കൂട്ടത്തിലൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഒരു രസമാണല്ലോ, അപ്പോൾ പെട്ടെന്ന് പണികളും തീരും. ഇവിടെ ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് തന്നെയല്ലേ ഉള്ളൂ, അപ്പം നമ്മൾ ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്ത് തീർക്കണം. പിന്നെന്താ ബാത്റൂമിൻ്റെ ഡോറൊക്കെ ഒന്ന് തുടച്ചു. ഇനി അതിൻ്റെ അകത്തൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇവിടെ അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല കേട്ടോ, എന്തെങ്കിലും കൂട്ടിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിടാം. പിന്നെ ഇത് കഴിഞ്ഞ വർഷമാണ് നമ്മൾ മുകളിലത്തെ റൂമൊക്കെ ഉണ്ടാക്കിയതും ബാത്റൂം ഉണ്ടാക്കിയതൊക്കെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പുതുമയൊക്കെ ഇതിനുണ്ട്. പിന്നെന്താ കണ്ണാടി എവിടെ കണ്ടാലും ഇതുപോലെ ഒന്ന് നോക്കി രസിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സമാധാനക്കേടാണ്. അത് നമ്മൾ ഒരുവിധം പെണ്ണുങ്ങൾക്കൊക്കെ ഉള്ളൊരു ശീലമാണ് അല്ലേ, എപ്പോഴും കണ്ണാടി നോക്കുക എന്നുള്ളത്. കണ്ണാടിയിൽ നോക്കി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ കൈ ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ. അപ്പോൾ വേറൊന്നല്ല, നമ്മുടെ 2 വിരലിൻ്റെ നഖം മുറിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ അത്രയും കഷ്ടപ്പെട്ട് വളർത്തുന്ന നഖങ്ങളാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നഖം വളർത്തണം കേട്ടോ. ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ തന്നെ നഖം വളർത്തും. എനിക്ക് നന്നായിട്ട് നഖം വളരാറുണ്ട് കേട്ടോ. അപ്പോൾ 2 പേരുടെ തല പോയിട്ടുണ്ട്. മിനിയാന്ന് ജിമ്മിൽ പോയപ്പോൾ ഒരാളുടെ തല പോയി. പിന്നെ ഇന്നത്തെ പണിയിൽ ഒരാളുടെയും കൂടി തല പോയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സംഭവം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. കുറേ ഉണ്ട് വളർന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഒരു ബലം അങ്ങോട്ട് പോകും, പിന്നെ അത് അങ്ങോട്ട് മുറിഞ്ഞു പോകും. എന്നിട്ട് വീണ്ടും നല്ല രീതിക്ക് വളർന്നു വരും കേട്ടോ. അതിങ്ങനെ വളർത്തിയിട്ട് പല പല കളറുള്ള നെയിൽ പോളിഷൊക്കെ ഇങ്ങനെ ഇടുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്തു അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ റൂമൊക്കെ ഒന്ന് തുടയ്ക്കണം. അതുകൂടി കഴിഞ്ഞാൽ പിന്നെ കോണിയൊക്കെ ഒന്ന് തുടച്ച് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ താഴത്തെ റൂമിലൊക്കെ ഒന്ന് തുടച്ച് എടുക്കാനുണ്ട് കേട്ടോ. ഇപ്പം തന്നെ എനിക്ക് വെയ്യാണ്ടായി തുടങ്ങിയിരിക്കണം കേട്ടോ. നമുക്ക് ഈ തണ്ടൽ വേദനയൊക്കെ ഉള്ള ആൾക്കാരല്ലേ, അപ്പോൾ ഈ കിടന്ന് തുടയ്ക്കുന്ന കാരണം കൊണ്ടേ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്താ നമ്മുടെ മെഷീനൊക്കെ വെറുതെ ഇരിക്കുകയാണ് കേട്ടോ. എന്നാലും അതിനെ ഒന്ന് തുടച്ച് കുട്ടപ്പനാക്കി എടുത്തു. അങ്ങനെ നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്.
ഇനി താഴത്തെ റൂമുകളും പിന്നെ ഡൈനിങ് ഏരിയ, ഹാള്, കിച്ചണൊക്കെ തുടച്ച് കഴിഞ്ഞാൽ പണി ഏകദേശം ഒരുവിധം ആകും. അപ്പോഴേക്കും ഞാനും ഒരുവിധം ആവും കേട്ടോ. ഇപ്പം തന്നെ എനിക്ക് ഭയങ്കര വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാവിലെ നല്ല കനം കുറഞ്ഞ ദോശയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 എണ്ണം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അതിൻ്റെ പവറൊക്കെ കഴിഞ്ഞു കേട്ടോ, ഇത്രയും പണികൾ എടുത്തു കഴിഞ്ഞപ്പോഴേ. അങ്ങനെ കിച്ചണിലെത്തിയപ്പോഴേക്കും ഞാൻ കുറച്ച് തുണി വാഷ് ചെയ്യേണ്ടായിരുന്നു. അതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടു. കാര്യമായിട്ട് വിശക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് കുളി കഴിയാതെ ഇനി ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറേ നേരം സഹിച്ചു പിടിച്ച് നിന്നുട്ടോ. പിന്നെ ആ തുണികളും കൂടി കഴുകിയിട്ട് അതൊക്കെ തോരടാനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കുളി കഴിഞ്ഞാൽ വീണ്ടും ഡ്രസ്സൊക്കെ നനയില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൈയൊക്കെ നല്ല സോപ്പിട്ട് കഴുകി ഒരു അയനാസും 1/2 ഗ്ലാസ് ചായയൊക്കെ എടുത്തിട്ട് കുടിച്ചു കൂട്ടാ. എന്നിട്ടാണ് എനിക്കൊരാശ്വാസം കിട്ടിയത്. വയറ്റിലേക്ക് എന്തെങ്കിലുമൊക്കെ ആയപ്പോഴേ പിന്നെ ഒരാശ്വാസമായിട്ടാ. അങ്ങനെ പിന്നെ അതാ നമ്മുടെ കിച്ചൺ ഇതേപോലത്തെ അവസ്ഥയിലൊക്കെ എടുക്കുന്നത്. അച്ചുട്ടി ഇന്ന് ക്ലാസ്സിന് പോയതിന് ശേഷം ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ദാ നമ്മുടെ കിച്ചണിൽ ആകെ പരന്ന് കിടക്കുകയാണ് കേട്ടോ. ഇനി അതൊക്കെ അടുക്കി പെറുക്കി വെക്കാനും തുടയ്ക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി പാത്രങ്ങളൊക്കെ കഴുകട്ടെ. പാത്രം അല്ലാതെ കഴുകാനൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ ചായ കുടിച്ച പാത്രം തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യാനും തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. സത്യത്തിൽ ഈ സംക്രാന്തി പണികളൊക്കെ ആരെ കണ്ടുപിടിച്ചാണാവും അല്ലേ? ഇത് എല്ലാവരും ആ സമയത്ത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു മനപ്രയാസമാണ്. ഈ സംക്രാന്തി പണികൾ എന്നൊക്കെ പറഞ്ഞാലേ എൻ്റെ അമ്മയ്ക്ക് ഇതിൻ്റെ മെയിൻ ആളായിരുന്നു കേട്ടോ. എന്താ പറയുക, വൃത്തിയാക്കലും ചീബോതി വയ്ക്കലും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര കാര്യമായിട്ട് കൊണ്ടു നടന്നിരുന്ന ഒരാളാണ് കേട്ടോ എൻ്റെ അമ്മ. പക്ഷേ എനിക്ക് അത്ര വലിയൊരു സംഭവങ്ങളൊന്നും ഇല്ല, എന്നാലും ചെറുതായ രീതിയിലൊക്കെ നമ്മൾ ചെയ്യാറൊക്കെ ഉണ്ട്. അങ്ങനെ പറഞ്ഞു വന്നപ്പോഴേ നമ്മുടെ കിച്ചനും ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. പാത്രങ്ങളൊക്കെ അടുക്കി പെറുക്കി വെച്ച് തുടയ്ക്കലൊക്കെ കഴിഞ്ഞു. ഇനി ഇതാ തുണികളും കൂടെ മുകളിൽ കൊണ്ടുപോയി അഴലും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു യുദ്ധം അങ്ങോട്ട് കഴിയോട്ടാ. യുദ്ധം എന്ന് പറഞ്ഞാലേ ഭയങ്കര യുദ്ധമായിരുന്നു കേട്ടോ. തൊടുകയും ചെയ്ത് എന്നാൽ അത് നല്ല രീതിക്ക് അവസാനിക്കുകയും വേണമല്ലോ. അങ്ങനെ ഒരു പെടലാണെന്ന് പെട്ടത് കേട്ടോ. അങ്ങനെ നമ്മുടെ സംക്രാന്തി പണികളൊക്കെ അവസാനിച്ചു കേട്ടോ. രാവിലെ അച്ചുട്ടി ക്ലാസ്സിന് പോയപ്പോ ഞാൻ നിന്നിട്ടുള്ളതാണ് ഒരു 8:30 ആകുമ്പോ കേട്ടോ. ആ പണി തീരുന്നത് ഉച്ചയ്ക്ക് 1 മണിക്കാണ്. നമ്മള് ചെറിയ ചെറിയ പണികളുള്ളൂ, എന്നാ പിന്നെ അതങ്ങോട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഒരു ആലിനണ്ട് ഇറങ്ങിയതാണ് കേട്ടോ. വേണ്ടിയിരുന്നില്ലാന്നായി. കാരണം ചെറിയ ചെറിയ പണികൾ എന്ന് പറഞ്ഞാല് ജനല്, വാതില് ഇതൊക്കെ തുടയ്ക്കലാണല്ലോ. അതൊക്കെ തുടച്ച് മിനുക്കി നിലക്കടിച്ച് ഒരു ക്ലീൻ ചെയ്ത് വന്നപ്പോഴേക്കും വെയ്യാണ്ടായിട്ട് അതിന്റെ ഇടയിൽ വീഡിയോ എടുക്കലും ഒക്കെ കൂടിയുമ്പോ കുറെയൊക്കെ വീഡിയോ എടുത്ത് പിന്നെ എനിക്ക് മടിയായി. ക്യാമറ കൊണ്ടുപോയിട്ട് അവിടെ വെക്കണം, ഇവിടെ വെക്കണം. നമ്മള് ഒരു പണി ചെയ്ത് തുടങ്ങിയ പിന്നെ അത് കംപ്ലീറ്റ് ആക്കണല്ലോ, അല്ലെങ്കിൽ നമുക്കൊരു സമാധാനക്കേടല്ലേ. അപ്പൊ തുടങ്ങാൻ ചെയ്ത് കഴിയുമ്പോൾ വേറിടാത്തൊരു പണിയായി പോയി കേട്ടാ. പിന്നെന്താ, എനിക്കാണെങ്കിലോ എന്തെങ്കിലും ഒരു പണി ചെയ്ത് കഴിഞ്ഞാലേ അത് അന്ന് തന്നെ അവിടെ തീർക്കണം കേട്ടോ. അല്ലാതെ ഇന്ന് കുറച്ച് ചെയ്ത് നാളെ കുറച്ച് ചെയ്ത് അതെനിക്ക് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഇപ്പൊ നമ്മള് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുവെച്ചെങ്കിൽ ഇപ്പൊ ഒരു ചുരിദാറൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് ആ ചുരിദാർ അന്ന് ഒരൊറ്റ ഇരിപ്പിന് ഞാൻ ഇരുന്ന് അടിക്കൂട്ടാ. അല്ലാതെ പകുതിക്ക് വെച്ചിട്ട് പിറ്റേ ദിവസം ചെയ്യാന്ന് വിചാരിച്ചാല് എനിക്ക് അതിനുള്ളൊരു മൂഡ് കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചെങ്കിൽ അത് അപ്പൊ തന്നെ ക്ലിയർ ചെയ്യണം. അതുകൊണ്ട് എന്തായി, ഇന്ന് തീരെ വയ്യാണ്ടായി. തണ്ടലൊക്കെ ഭയങ്കര വേദന ഉണ്ട് കേട്ടോ. ഇനി ഇപ്പൊ 1:30 ആയിട്ടുണ്ട്. കുറച്ച് ചോറ് കഴിച്ചിട്ടേ ഞാൻ വേഗം പോയിട്ടേ കിടന്നുറങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. അച്ചുട്ടി വരുന്നവരെ കിടന്നുറങ്ങാലോ. ഇന്ന് ജിമ്മിന് മഴ ഇല്ലാന്നുണ്ടെങ്കിലേ പോവുള്ളൂ. കാരണം പുറത്ത് നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. സംക്രാന്തി ഒക്കെ അല്ലേ, അപ്പൊ അതിന്റെ ഒരു മഴയാണ്. ഞാനേ ഒരു ഓംലെറ്റ് ഉണ്ടാക്കട്ടെ കേട്ടോ. ഇന്ന് പച്ചക്കറിയാണ്. പച്ചക്കറി ആയ കാരണേ ഒരു മുട്ട പൊരിച്ചതെങ്കിലും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ കഴിക്കാനായിട്ട്. അപ്പോൾ അതാ നമ്മുടെ ഓംലെറ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറേ പച്ചമുളകും കുറേ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇന്നത്തെ കറികൾ ഇതൊക്കെയായിരുന്നു. ചെറിയുള്ളി വെച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, ബീട്രൂട്ട് ഉപ്പേരി, പിന്നെ അച്ചുട്ടിയുടെ ഫേവറേറ്റ് തേങ്ങ ചമ്മന്തി ഉണ്ടായിരുന്നു, പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ മുട്ട പൊരിച്ചതും. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ചോറൊക്കെ കഴിച്ചു. പണിയെടുത്ത് ഉപ്പാട് ഇളകിയെങ്കിലും കൂടിയിട്ടേ ഇതുപോലെ നമ്മൾ വൃത്തിയാക്കിയ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഇതാ ചോറിനലൊക്കെ കഴിഞ്ഞു. നമ്മളിതാ റൂമിലെത്തിയിട്ടുണ്ട്. ഇനി ഒന്ന് കിടന്നുറങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇപ്പൊ തന്നെ എഡിറ്റ് ചെയ്ത് പോസ്റ്റും. അപ്പോഴേ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടാ. ഇനിയിപ്പോ വൈകിട്ട് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും കാണിക്കാനൊന്നും ഇല്ല.
എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വ്യൂസ് പോലും ഉണ്ടാവാറില്ല. ഷോർട്സിലാണ് പിന്നെ വ്യൂസ് ഒക്കെ വരാറ്. എന്തെങ്കിലും കൂടിയിട്ട് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യും. കഴിഞ്ഞ ഓരോ ദിവസങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാലോ. അപ്പൊ അന്നത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർക്കുകയും ചെയ്യാലോ അല്ലേ. അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. അതെ, പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടാ. ഞാൻ പൊതച്ച് മൂടി കിടന്നുറങ്ങാൻ പോവാണ്.